പാൽ ഒഴിക്കുന്നത് നല്ലതാണോ? ചിലർ മണിപ്ലാന്റിന്റെ ചുവട്ടിൽ അല്പം പാൽ ഒഴിക്കാറുണ്ട്. വെള്ളത്തിലാണോ മണ്ണിലാണോ നല്ലത്? ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ്. പഴയൊരു വിശ്വാസമുണ്ട്, മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന മണിപ്ലാന്റ് ആണ് കൂടുതൽ ഐശ്വര്യം നൽകുന്നത് എന്ന്. വായു ശുദ്ധീകരിക്കാൻ ഇതിലും നല്ലൊരു ചെടിയില്ല. വെറുമൊരു വിശ്വാസം മാത്രമല്ല, ശാസ്ത്രീയമായും മണിപ്ലാന്റ് ഒരു ഹീറോയാണ്. നമസ്കാരം, സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. നിങ്ങളുടെ വീട്ടിൽ മണിപ്ലാന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ കഥ നിങ്ങളുടെ ജീവിതം പോലും മാറ്റാൻ സഹായിച്ചേക്കാം. ഒരു ചെറിയ ചോദ്യം കൊണ്ട് തുടങ്ങാം. പണം നിങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ടോ? ഉണ്ട്. അല്ലേ? പക്ഷേ അത് നിൽക്കുന്നുണ്ടോ? ഇതാണ് പല വീടുകളുടെയും യഥാർത്ഥ കഥ. ഇന്ന് നമ്മൾ വെറുമൊരു ചെടിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. നമ്മുടെ വീടിന്റെ ഐശ്വര്യം, പോസിറ്റീവ് എനർജി, പിന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക ഭദ്രത. ഇതിനെല്ലാം മണിപ്ലാന്റ് എങ്ങനെ സഹായിക്കും എന്നാണ് നോക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഒരു ചെടി വെച്ചാൽ കാശ് വരുമോ എന്ന്. സത്യം പറഞ്ഞാൽ അതൊരു മാജിക് ഒന്നുമല്ല, പക്ഷേ അതൊരു വലിയ സൈക്കോളജിയാണ്. പണം വരുന്നുണ്ട്, പക്ഷേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല എന്ന് പരാതിയുള്ള എത്ര പേർ ഈ വീഡിയോ കാണുന്നുണ്ട്? ഒന്ന് കമന്റ് ചെയ്യൂ. നമുക്ക് ഓരോ കാര്യങ്ങളായി ചർച്ച ചെയ്യാം. നമുക്കൊരു റിയൽ ലൈഫ് സ്റ്റോറി നോക്കാം. എറണാകുളത്തുള്ള മിനി ചേച്ചിയുടെ അനുഭവം. മിനി ചേച്ചിയുടെ ഭർത്താവിന് നല്ല ശമ്പളമുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്. പക്ഷേ മാസം പകുതിയാകുമ്പോൾ കടം വാങ്ങേണ്ടി വരും. അവർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അവരുടെ ശബ്ദത്തിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. പണം കുറവല്ല, പക്ഷേ സമാധാനം കുറവായിരുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ അവരോട് ഒരു ചെറിയ കാര്യം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ മണിപ്ലാന്റ് ഉണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട് ചേച്ചി. പക്ഷേ അതൊക്കെ വെറും അലങ്കാരത്തിനാണ്. അവിടെയാണ് ഈ കഥയുടെ തുടക്കം. അവരുടെ വീട്ടിലെ മണിപ്ലാന്റ് നോക്കിയപ്പോൾ അത് ആകെ കുരുങ്ങി, ഉണങ്ങിയ ഇലകളുമായി വീടിന്റെ ഇരുണ്ട ഒരു കോണിൽ ഇരിക്കുകയായിരുന്നു. വാസ്തുവിദഗ്ധർ പറയുന്നത്, നമ്മുടെ വീട്ടിലെ ചെടികൾ വാടി നിൽക്കുന്നത് നമ്മുടെ സാമ്പത്തികമായ തടസ്സങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഒരു ആഴ്ചയ്ക്ക് ശേഷം മിനി ചേച്ചി വീണ്ടും എന്നെ വിളിച്ചു. ചേച്ചി, ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ മാറ്റം ചെയ്തു. മിനി ചേച്ചി ആ ചെടിയെ മാറ്റി തെക്കിഴക്ക് ദിശയിൽ വെച്ചു. ദിവസവും രാവിലെ അത് നോക്കി 2 മിനിറ്റ് സമയം ചെലവഴിക്കാൻ തുടങ്ങി. വെള്ളം കൊടുക്കുമ്പോൾ അവർ മനസ്സിൽ ഒരു പ്രാർത്ഥന പറഞ്ഞു, എന്റെ വീട്ടിൽ സമാധാനം വേണം, പണം നിലനിൽക്കണം. ഇത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ചേച്ചി? എന്തോ മാറിയ പോലെ തോന്നുന്നു. ഞാൻ ചെലവുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, ആവശ്യമായതല്ലാത്ത ചെലവുകൾ കുറച്ചു. ഇത് വെറുമൊരു യാദൃശ്ചികതയാണോ? നമുക്ക് നോക്കാം. ഇനി നമുക്ക് ദിശകളെക്കുറിച്ച് പറയാം. മണിപ്ലാന്റ് എവിടെ വെക്കണം? തെക്കിഴക്ക്. ഇതാണ് ഏറ്റവും പ്രധാനം. ഇത് അഗ്നികോൺ ആണ്. ഗണപതി ഭഗവാന്റെയും ശുക്രന്റെയും സ്വാധീനമുള്ള ഇടം. ഇവിടെ മണിപ്ലാന്റ് വെക്കുമ്പോൾ അത് തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും. വടക്ക് വശം കുബേരന്റെ ദിക്കാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഈ ഭാഗമാണ് നല്ലത്. ഒരു ഉദാഹരണം കൂടി. എന്റെ ഒരു സുഹൃത്ത് മണിപ്ലാന്റ് വെച്ചിരുന്നത് ബാത്റൂമിന് അടുത്തായിരുന്നു. അവിടെ എപ്പോഴും നനവും ഇരുട്ടുമാണ്. ഫലം, ചെടി വളരുന്നില്ല, വീട്ടിൽ എപ്പോഴും അസുഖങ്ങളും.
പിന്നീട് അത് വടക്ക് ഭാഗത്തേക്ക് മാറ്റിയപ്പോൾ വീട്ടിൽ ഒരു ഉന്മേഷം വന്നതായി അവൻ പറഞ്ഞു. ഇനി എല്ലാവരും കാത്തിരുന്ന ആ ടിപ്പ് പറയാം. മണിപ്ലാന്റും നാണയവും തമ്മിലുള്ള ബന്ധം. വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളിച്ചു വൃത്തിയായി ഒരു 5 രൂപയുടെ നാണയം എടുക്കുക. അതിൽ അല്പം നെയ്യോ മഞ്ഞളോ പുരട്ടുക. ഇത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആ നാണയത്തിലേക്ക് പകരുന്നതിന് തുല്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുക: എന്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം, പണം വരാനുള്ള വഴികൾ തെളിയണം. ശേഷം ഈ നാണയം മണിപ്ലാന്റിന്റെ ചുവട്ടിൽ മണ്ണിൽ കുഴിച്ചിടുക. ഇതൊരു റിമൈൻഡർ ആണ്. ഓരോ തവണ നിങ്ങൾ ആ ചെടി കാണുമ്പോഴും എന്റെ പണം സുരക്ഷിതമാണ്, അത് വളരുകയാണ് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരും. ഈ മൈൻഡ്സെറ്റ് നിങ്ങളെ അനാവശ്യ ചെലവുകളിൽ നിന്ന് തടയും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ചെടി പണം ഉണ്ടാക്കിയില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സ് മറ്റും. പലരും ചെയ്യുന്ന ചില വലിയ തെറ്റുകളുണ്ട്. ചെടി നിലത്തുമുട്ടുന്നത് വള്ളി താഴേക്ക് പോകാൻ വിടരുത്. ജീവിതം താഴേക്ക് പോകണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് വള്ളി മുകളിലേക്ക് കെട്ടിവെക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം വള്ളിയായി മുറിച്ചു മറ്റുള്ളവർക്ക് കൊടുക്കരുത്. പുതിയത് വാങ്ങിക്കൊടുക്കാം, പക്ഷേ നിങ്ങളുടെ ചെടിയിൽ നിന്ന് മുറിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കാം. പ്ലാസ്റ്റിക് കുപ്പിയിൽ മണിപ്ലാന്റ് വെക്കുന്നതിനേക്കാൾ നല്ലത് മൺപാത്രമോ ഗ്ലാസ് ജാറോ ആണ്. മണിപ്ലാന്റ് വെറുമൊരു ചെടിയല്ല, അത് നമ്മുടെ സന്തോഷത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും പ്രതീകമാണ്. മണിപ്ലാന്റ് വെച്ചിട്ട് അതിനെ അവഗണിക്കരുത്. ഉണങ്ങിയ ഇലകൾ, വെള്ളം ഇല്ലാത്ത മണ്ണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. മറ്റൊരു കാര്യം, വീട്ടിൽ വരുന്നവർ ചെടിയെ തൊടുന്നത്, ഇലകൾ നുള്ളുന്നത്, ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കണം എന്നത്. നമ്മൾ മണിപ്ലാന്റ് വെച്ചു, വെള്ളമൊഴിച്ചു, പക്ഷേ ആ ചെടി സന്തോഷത്തിലാണോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞ് കരയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകുന്നതുപോലെ മണിപ്ലാന്റ് അതിന്റെ പ്രശ്നങ്ങൾ പറയുന്നത് ഇലകളിലൂടെയാണ്. ഓരോ ഇലയുടെയും നിറവും വലിപ്പവും നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇലകൾ മഞ്ഞനിറമാകുന്നത് എന്തുകൊണ്ട്? അമിതമായ വെള്ളം. നമ്മൾ സ്നേഹം കൂടി കൂടുതൽ വെള്ളം ഒഴിച്ചാൽ വേർ ചെയ്യാൻ തുടങ്ങും. അതിന്റെ ആദ്യ ലക്ഷണമാണ് ഈ മഞ്ഞനിറം. തൊട്ടുനോക്കുമ്പോൾ ഇലയ്ക്ക് ഒരു വഴുവഴുപ്പുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, വെള്ളം കൂടിപ്പോയി. പഴക്കം. ചെടിയുടെ താഴത്തെ 1-2 ഇലകൾ മാത്രം മഞ്ഞയാകുന്നത് പേടിക്കാനില്ല. അത് പ്രായമായതുകൊണ്ട് കൊഴിയുന്നതാണ്. പക്ഷേ മുകളിലെ ഇലകൾ മഞ്ഞയായാൽ ഉടൻ തന്നെ വെള്ളമൊഴിക്കുന്നത് കുറയ്ക്കണം. ഇലകളുടെ അറ്റം കരിയുന്നത്. ചിലരുടെ വീട്ടിലെ ചെടിയുടെ ഇലകളുടെ അറ്റം കരിഞ്ഞു ഉണങ്ങിയിരിക്കും. ഇത് കാണാൻ നല്ല ഭംഗിയല്ല, അല്ലേ? ഇതിന് കാരണം വെള്ളത്തിന്റെ കുറവോ അല്ലെങ്കിൽ അമിതമായ ചൂടോ ആണ്. നേരിട്ട് വെയിൽ അടിക്കുന്ന ജനലിനരികിൽ വെച്ചാൽ ഇലകൾ ഇങ്ങനെ സൺബേൺ ആയി കരിഞ്ഞുപോകും. ഒരു ടിപ്പ് പറയാം. ദിവസവും രാവിലെ ഒരു സ്പ്രേയർ ഉപയോഗിച്ച് ഇലകളിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കൂ. അപ്പോൾ ഇലകൾ നല്ല ഫ്രഷ് ആയി ഇരിക്കും. ഇലകൾ ചെറുതായി വരുന്നു. പലരും പരാതി പറയാറുണ്ട്: ചേച്ചി, വാങ്ങിയപ്പോൾ നല്ല വലിയ ഇലയായിരുന്നു, ഇപ്പോൾ വരുന്നത് ചെറിയ ഇലകളാണ് എന്ന്. ഇതിന് കാരണം ഭക്ഷണത്തിന്റെ കുറവാണ്. മണിപ്ലാന്റിന് വളരാൻ നൈട്രജൻ ആവശ്യമാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഇത് പരിഹരിക്കാം. ചായ ഇട്ടതിനു ശേഷം ബാക്കി വരുന്ന ചണ്ടി നന്നായി കഴുകി ഉണക്കി ചുവട്ടിൽ ഇട്ടുകൊടുക്കൂ. അരി കഴുകിയ വെള്ളം. ഇത് മണിപ്ലാന്റിന് ഒരു എനർജി ഡ്രിങ്ക് പോലെയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഒഴിച്ചാൽ ഇലകൾ നല്ല വലിപ്പത്തിൽ വരുന്നത് കാണാം. ഇലകളിലെ പൊടിയും ക്ലീനിങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലകളുടെ ശുദ്ധി. ഇലകളിൽ പൊടി ഇരുന്നാൽ ചെടിക്ക് ശ്വസിക്കാൻ പറ്റില്ല, ഫോട്ടോസിന്തസിസ് നടക്കില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇലകൾ മെല്ലെ തുടച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിക്ക് നല്ല തിളക്കം കിട്ടും എന്ന് മാത്രമല്ല, വീട്ടിലെ എനർജി ലെവൽ തന്നെ കൂടും. വൃത്തിയുള്ള ചെടി കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം തോന്നില്ലേ? മണിപ്ലാന്റിന്റെ കണ്ണീർ ഒരു അത്ഭുതം. ചില ദിവസങ്ങളിൽ രാവിലെ നോക്കിയാൽ മണിപ്ലാന്റിന്റെ ഇലകളുടെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം നിൽക്കുന്നത് കാണാം. പലരും വിചാരിക്കും അത് മഞ്ഞാണെന്ന്. പക്ഷേ അതല്ല, ഇതിനെ ചെടിയുടെ കണ്ണീർ എന്ന് ചിലർ വിളിക്കാറുണ്ട്. ശാസ്ത്രീയമായി ഇതിനെ കട്ടേഷൻ എന്ന് പറയും. ചെടിക്ക് ആവശ്യത്തിലധികം വെള്ളം കിട്ടുമ്പോൾ അത് പുറന്തള്ളുന്ന രീതിയാണിത്. ഇത് കാണുന്നത് നിങ്ങളുടെ വീട്ടിലെ വായു അത്രത്തോളം ശുദ്ധമാണ് എന്നതിന്റെ സൂചനയാണ്. വായു ശുദ്ധീകരിക്കാൻ ഇതിലും നല്ലൊരു ചെടിയില്ല. വെറുമൊരു വിശ്വാസം മാത്രമല്ല, ശാസ്ത്രീയമായും മണിപ്ലാന്റ് ഒരു ഹീറോയാണ്. നമ്മുടെ വീട്ടിലെ പെയിന്റ്, ഫർണിച്ചർ, ക്ലീനിംഗ് ലോഷനുകൾ എന്നിവയിൽ നിന്നൊക്കെ വരുന്ന ബെൻസീൻ,
ഫോർമാൽഡിഹൈഡ് തുടങ്ങിയ വിഷവായുക്കളെ വലിച്ചെടുക്കാൻ മണിപ്ലാന്റിന് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് ബെഡ്റൂമിൽ ഒരു മണിപ്ലാന്റ് വെക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. പഴയൊരു വിശ്വാസമുണ്ട്, മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന മണിപ്ലാന്റ് ആണ് കൂടുതൽ ഐശ്വര്യം നൽകുന്നത് എന്ന്. ഇതൊരു തെറ്റായ ധാരണയാണ്. സത്യത്തിൽ മറ്റൊരാളുടെ അനുവാദമില്ലാതെ ഒരു ചെടി മോഷ്ടിക്കുന്നത് ആ വീട്ടിലെ നെഗറ്റീവ് എനർജി കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാണ്. സ്നേഹത്തോടെ ആരെങ്കിലും സമ്മാനമായി നൽകുന്നതോ അല്ലെങ്കിൽ സ്വന്തം പണം കൊടുത്തു വാങ്ങുന്നതോ ആണ് ഏറ്റവും ഉത്തമം. പണപ്പെട്ടിയുടെ അടുത്ത് ഒരു മണിപ്ലാന്റ്. പല ബിസിനസ് സ്ഥാപനങ്ങളിലും ക്യാഷ് കൗണ്ടറിന്റെ അടുത്ത് മണിപ്ലാന്റ് വെക്കുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലെ ലോക്കറിന് അടുത്തോ പണം സൂക്ഷിക്കുന്ന അലമാരയുടെ മുകളിലോ ഒരു ചെറിയ കുപ്പിയിൽ മണിപ്ലാന്റ് വെച്ചു നോക്കൂ. അത് പണം വരാനുള്ള ഒരു മാഗ്നറ്റ് തടഫറമേ ആയി പ്രവർത്തിക്കും എന്നാണ് വിശ്വാസം. പണം ചെലവാക്കുമ്പോൾ ഉണ്ടാകുന്ന ആദി കുറയ്ക്കാൻ ഇത് സഹായിക്കും. വെള്ളത്തിലാണോ മണ്ണിലാണോ നല്ലത്? ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ്. വെള്ളത്തിൽ വളരുന്ന മണിപ്ലാന്റ് കൂടുതൽ ശാന്തതയും സമാധാനവുമാണ് നൽകുന്നത്. എന്നാൽ മണ്ണിൽ വളരുന്ന ചെടി കൂടുതൽ സാമ്പത്തിക സ്ഥിരത നൽകുന്നു. നിങ്ങൾക്ക് സമാധാനമാണ് വേണ്ടതെങ്കിൽ ഗ്ലാസ് ജാറിലും, സാമ്പത്തിക വളർച്ചയാണ് വേണ്ടതെങ്കിൽ മൺപാത്രത്തിലും വളർത്തുക. പാൽ ഒഴിക്കുന്നത് നല്ലതാണോ? ചിലർ മണിപ്ലാന്റിന്റെ ചുവട്ടിൽ അല്പം പാൽ ഒഴിക്കാറുണ്ട്. ടിപ്പ്: വെള്ളത്തിൽ അല്പം പാൽ കലർത്തി ഇലകൾ തുടയ്ക്കുന്നത് ഇലകൾക്ക് അസാധ്യമായ തിളക്കം നൽകും. ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ഒന്നാണല്ലോ പാൽ. അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ അല്പം പാൽ കലർത്തിയ വെള്ളം ചുവട്ടിൽ ഒഴിക്കുന്നത് ഐശ്വര്യപ്രദമാണെന്ന് കരുതുന്നവരുണ്ട്. നിങ്ങളുടെ വീട്ടിലെ മണിപ്ലാന്റ് എങ്ങനെയുണ്ട്? ഇന്ന് തന്നെ അതൊന്ന് വൃത്തിയാക്കി നോക്കൂ. നിങ്ങൾക്ക് ഉണ്ടായ മാറ്റങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.